അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ അറബിക്ക് വ്യാകരണത്തിൻ്റെ പഠനം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പാഠം 10 ലെസൺ 10. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നഅത്തിനെ കുറിച്ചാണ്. നഅത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ അതിന് അഡ്ജക്റ്റീവ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നഅത്തിന് ഒരു ഉദാഹരണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല മനുഷ്യൻ, അപ്പോൾ അവിടെ നഅത്തായിട്ട് വരുന്നത് നല്ല എന്നുള്ള വാക്കാണ്. മലയാളത്തിൽ വലിയ വീട്, അവിടെ നഅത്തായിട്ട് വരുന്നത് വിശേഷണമായിട്ട് വരുന്നത് വലിയ എന്നതാണ്. വിശുദ്ധ ഖുർആൻ, അവിടെ ഖുർആനെ വിശേഷിപ്പിക്കുകയാണെന്ത് വിശുദ്ധ, അപ്പം നഅത്ത് ഏതാണ്? വിശുദ്ധ. ഇതുപോലെ അറബിയിലും വിശേഷിക്കപ്പെടുന്ന പദം, അറബിയിലും ഇങ്ങനെ ഉണ്ട്, മനൂത്തും ഉണ്ട് നഅത്തും ഉണ്ട്. വിശേഷിപ്പിക്കപ്പെടുന്ന പദത്തിന് മനൂത്ത് എന്നും വിശേഷണത്തിന് നഅത്ത് എന്നും പറയും. അപ്പം നഅത്ത് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്. ഏതിനെയാണോ നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് അതിനാണ് എന്ത് വരുന്നത്? മനൂത്ത് എന്ന് പറയുന്നത്. അപ്പം നഅത്തും ഉണ്ട് മനൂത്തും ഉണ്ട്. മനൂത്താണ് അഡ്ജക്റ്റീവ് അഥവാ വിശേഷണം. എന്തുകൊണ്ട് ഇത് 10ാമത്തെ പാഠത്തിൽ വന്നത് നഅത്ത് എന്താണെന്നുള്ളതാണ്. നഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന പദം, ഒരു നാമത്തെ, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് നഅത്ത്. മനൂത്ത് എന്ന് പറഞ്ഞാലോ, മനൂത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം ലഭിക്കുന്ന നാമം. വിശേഷണം ലഭിക്കുന്ന ഒരു നാമം ഉണ്ടാവില്ല. നല്ല കുട്ടി എന്ന് പറയുമ്പം അവിടെ ഒരു നല്ല എന്നുള്ള വാക്കില്ലേ, ആ നല്ല എന്നുള്ളത് മറ്റെന്താണ് നഅത്തും, കുട്ടി എന്നുള്ളത് എന്താണ്? മനൂത്തുമാണ്. അപ്പം നഅത്തും മനൂത്തും തമ്മിലുള്ള പൊരുത്തം എന്താണെന്ന് വെച്ചാൽ ലിംഗം, അത് പുരുഷനോ സ്ത്രീയോ ആവാം, പുല്ലിംഗോ സ്ത്രീലിംഗോ ആവാം. എണ്ണം, ഏകവചനമോ ദ്വിവചനമോ ബഹുവചനമോ ആവാം. ഇത് പൊരുത്താണ്, രണ്ടും തമ്മിൽ ഇതൊക്കെ ആവാന്നർത്ഥം. പിന്നെ മഅരിഫ നക്കിറ അതും ആവാം. ഇറാബ്, റഫഅ്, നസ്ബ്, ജറ് അതും ആവാം. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഒരു നല്ല മനുഷ്യൻ വന്നു എന്ന് നമുക്ക് പറയാമെന്ന് വിചാരിക്കുക അറബിയിൽ. അപ്പോൾ നമ്മളെങ്ങനെ പറയുക? ജാ റജുലുൻ സ്വാലിഹുൻ. അങ്ങനെ ജാ വന്നു, റജുലുൻ ഒരു മനുഷ്യൻ, സ്വാലിഹ നല്ല, ഒരു നല്ല മനുഷ്യൻ വന്നു. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ ഞാനൊരു നല്ല മനുഷ്യനെ കണ്ടു എന്ന് പറയണമെന്ന് വിചാരിച്ചോളി. അപ്പോൾ നമ്മൾ വെർബ് ആദ്യം വെക്കും. റഅയ്തു റജുലൻ സ്വാലിഹ. എങ്ങനെ? റഅയ്തു ഞാൻ കണ്ടു, റജുലൻ ഒരു മനുഷ്യനെ, സ്വാലിയ നല്ലൊരു മനുഷ്യനെ കണ്ടു. അപ്പം നഅത്തും മനൂത്തും തിരിച്ചറിയണം, ഇറാബ് വിശദീകരിക്കണം. പിന്നെ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നഅത്തിലും മനൂത്തിലും വരുന്നത്. ഇനി ഉദാഹരണം തരാം. അൽ ഖുർആനുൽ കരീമു. ഇവിടെ നഅത്തിനും മനൂത്തിനും എന്ത് വരണം? ഒരേ ഇറാബ് വരണം. ഒരേ ഇറാബാണ് രണ്ടിനും വരുന്നത്. പിന്നെ വേറെ നോക്കാം. സുറാത്തുൽ മുസ്തഖീമ, സുറാത്തുൽ മുസ്തഖീമ. അപ്പം മനൂത്ത് ഏതാണ്? സുറാത്ത. പിന്നെ നഅത്ത് ഏതാണ്? മുസ്തഖീമ. അപ്പം നോക്കി, സുറാത്ത മുസ്തഖീമ. നേരത്തെ പറഞ്ഞ് അൽ ഖുർആനുൽ കരീം, ഖുർആനു കരീമു. മനൂത്തിൻ്റെയും നഅത്തിൻ്റെയും അവസാനത്തെ ഹർഫ് സെയിം ആയിരിക്കും. ഒന്ന് ജറാണെങ്കിൽ മറ്റൊന്ന് ജറായിരിക്കും, റഫ ആണെങ്കിൽ റഫ ആയിരിക്കും, പിന്നെ നസ്ബാണെങ്കിൽ നസ്ബായിരിക്കും. ഉദാഹരണം പറഞ്ഞു കൊടുത്തോളി. റജുലുൻ സ്വാലിഹുൻ, റജുലുൻ. അപ്പോൾ അവിടെ തെൻവീനാണ്. അപ്പുറത്ത് എന്ത് വരണം? ലമ്മ വരണം, ലമ്മോ തെമ്മിനോ അല്ലെങ്കിൽ ലമ്മ വരണം. സ്വാലിഹുൻ ഒരു നല്ല മനുഷ്യൻ. നഅത്തും മനൂത്തും ഒരേ ഇറാബ് തുടരുന്ന അർത്ഥം. നഅത്തിനും മനൂത്തിനും ഒരേ ഇറാബാണ് ഉണ്ടാവുക.
ഇത്രേ നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളൂ? നഅത്തിനും പിന്നെ അതുപോലെ തന്നെ മനൂത്തിനെ പറ്റിയും പഠിക്കാനുണ്ട്. മനസ്സിലായില്ലേ? നഅത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം, മനൂത്ത് എന്ന് പറഞ്ഞാൽ ഏതാണോ വിശേഷിപ്പിക്കപ്പെടുന്നത് അത് വിശേഷ്യം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ 10 ചോദ്യോത്തരങ്ങൾ തരാം.